എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 33rd ക്ലാസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കലോറിമെട്രിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, എന്താണ് കലോറിമെട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, എന്താണ് ഫോർമുല ഓഫ് കലോറിമെട്രി, Q = mc ΔT, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിലും ഇതേപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ഈ ഒരു കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അത് പ്രകാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? 45 gram of water at 50 degrees Celsius in a beaker is allowed to cool. When 50 gram of copper at 18 degrees Celsius is added to it, the contents are stirred till a final temperature is reached. Calculate the final temperature. The specific heat capacity of copper is 0.39 joule kilogram inverse Kelvin inverse and water is specific heat capacity of water is 4.2 joule kilogram inverse Kelvin inverse. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ആ സിനറിയോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: 45 gram of water at 50 degrees Celsius in a beaker is allowed to cool. അപ്പോൾ ഒരു ബീക്കർ ഉണ്ട്. ബീക്കർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വെസൽ പോലെ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ കാണാറുണ്ട് ബീക്കർ. അപ്പോൾ ബീക്കർ ഏകദേശം ഇങ്ങനെയായിരിക്കും. നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ബീക്കർ എടുക്കാറുണ്ട്. ആ ബീക്കറിൽ ഇതുപോലുള്ള ഒരു ബീക്കറിൽ 50 gram ഓഫ് വാട്ടർ ഉണ്ടെന്ന് പറയുന്നത്. 45 gram ഓഫ് വാട്ടർ ഉണ്ടെന്ന് പറയും. ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് 50 degrees Celsius. അപ്പോൾ ഇതുപോലൊരു ബീക്കർ ഇതുപോലൊരു ബീക്കറിനുള്ളിലായിട്ട് 45 gram ഓഫ് വാട്ടർ ഉണ്ട്. ഇതുപോലൊരു ബീക്കറിനകത്ത് 45 gram ഓഫ് വാട്ടർ ഉണ്ട്. ആ 45 gram ഓഫ് വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് 50 degrees Celsius. അതിനുശേഷം ഈ ബീക്കറിലുള്ള 45 gram ഓഫ് വാട്ടർ ഈ 50 degrees Celsius ടെമ്പറേച്ചറുള്ള ടെമ്പറേച്ചറുള്ള ഈ 45 gram ഓഫ് വാട്ടറിനെ ഒന്ന് ആ ബീക്കറിൽ ഒന്ന് കൂൾ ചെയ്യാൻ വെച്ചു, ഒന്ന് തണുക്കാൻ വെച്ചു. അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ when 50 gram ഓഫ് കോപ്പർ അറ്റ് 18 degrees Celsius is added to it. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ 45 gram ഓഫ് വാട്ടർ ഉണ്ട്. 50 degrees Celsius ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുന്ന 45 gram ഓഫ് വാട്ടർ ഉണ്ട് ആ ബീക്കറിൽ. ആ 45 gram ഓഫ് വാട്ടറിനെ എന്ത് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്? ആ ബീക്കറിനുള്ളിൽ കൂൾ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം when 50 gram of copper at 18 degrees Celsius is added to it. അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 45 gram ഓഫ് വാട്ടറിലേക്ക് 18 degrees Celsius ടെമ്പറേച്ചറുള്ള ഒരു 50 gram ഓഫ് കോപ്പർ എന്ന മെറ്റലിനെ ആഡ് ചെയ്തു. അതിന് തണുക്കാൻ വെച്ചതിന് ശേഷം ഈ 45 gram ഓഫ് വാട്ടർ 50 degrees Celsius ടെമ്പറേച്ചറുള്ള ഈ 45 gram ഓഫ് വാട്ടറിനെ ആ ബീക്കറിൽ ഒന്ന് കൂൾ ചെയ്യാൻ വെച്ചതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 18 degrees Celsius ടെമ്പറേച്ചറുള്ള 50 gram ഓഫ് കോപ്പറിനെ ഈ വാട്ടറിലേക്ക് പുട്ട് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ 50 degrees Celsius ടെമ്പറേച്ചറുള്ള വാട്ടറിനെയും 18 degrees Celsius ടെമ്പറേച്ചറുള്ള ഈ കോപ്പർ എന്ന മെറ്റലിനെയും നന്നായി ഒന്ന് സ്റ്റിർ ചെയ്തു എന്ന് പറയുന്നത്. സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യുക, ഒരുമിപ്പിക്കുക. നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ആ രണ്ട് കാര്യങ്ങളും അവിടെ ഒരുമിച്ച് കഴിഞ്ഞു അല്ലേ? മിക്സ് ചെയ്യുമ്പോഴാണ് എന്താ സംഭവിക്കുക? ആ രണ്ട് കാര്യങ്ങളും ഒരുമിക്കും. മിക്സ് ചെയ്തു. അതിനുശേഷം മിക്സ് ചെയ്ത് ഒരു ഫൈനൽ ടെമ്പറേച്ചർ എത്തി. അതായത് ഈ 50 degrees Celsius ഹോൾഡ് ചെയ്തിരുന്ന വാട്ടറും 18 degrees Celsius ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്തിരുന്ന കോപ്പറിനെയും തമ്മിൽ മിക്സ് ചെയ്ത് ആ രണ്ട് ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു. കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഫൈനൽ ടെമ്പറേച്ചറിലേക്ക് ഈ 45 gram ഓഫ് വാട്ടറും 50 gram ഓഫ് കോപ്പറും എത്തി. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ആ ഫൈനൽ ടെമ്പറേച്ചറായി? എത്രയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ? അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്.
എത്രയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ എത്രയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ. നമ്മൾക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 0.39 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ ടെമ്പറേച്ചറായ ടി ആണ്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ആ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഫോർമുല ഓഫ് കലോറിമെട്രി എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഒരു 45 ഗ്രാം ഓഫ് വാട്ടർ. ഇതാണ് നമ്മുടെ ബീക്കർ. ആ ബീക്കറിൽ 45 ഗ്രാം ഓഫ് വാട്ടർ ഉണ്ട്. ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആൻഡ് allowed to cool എന്ന് പറയുന്നുണ്ട്. 45 gram of water at 50 degrees Celsius in a beaker is allowed to cool. ഒന്ന് കൂൾ ചെയ്യാൻ വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും, അതൊരു വാട്ടർ ആണെങ്കിലും ഒരു മിൽക്ക് ആണെങ്കിലും ഏതൊരു ബോഡി ആണെങ്കിലും കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ബോഡി കൂൾ ചെയ്യുക അല്ലെങ്കിൽ തണുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ബോഡി ഓരോ സെക്കൻഡിലും ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. ഏതൊരു ബോഡി ആണെങ്കിലും കൂൾ ചെയ്യുക അല്ലെങ്കിൽ തണുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ബോഡിയിൽ നിന്നും ഓരോ സെക്കൻഡിലും ഹീറ്റ് എനർജി റിലീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊരു ബോഡി ആണെങ്കിലും കൂൾ ചെയ്യുന്നത് ഓരോ സെക്കൻഡിലും ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ഏതൊരു ബോഡി ആണെങ്കിലും ഹീറ്റ് ആകുന്നത് ഓരോ സെക്കൻഡിലും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈസ് 45 gram of water at 50 degrees Celsius in a beaker is allowed to cool എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ 45 gram ഓഫ് വാട്ടർ കൂളാകുമ്പോൾ ഓരോ സെക്കൻഡിലും ഈ 45 gram ഓഫ് മാസ് ഉള്ള വാട്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഹീറ്റ് എനർജിയെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൂൾ എന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈസ് അലൗഡ് ടു കൂൾ. അപ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും കൂളാകുക അല്ലെങ്കിൽ തണുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓരോ സെക്കൻഡിലും ആ ബോഡി ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏതൊരു ബോഡി ആണെങ്കിലും ഹീറ്റ് ആകുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഓരോ സെക്കൻഡിലും ആ ബോഡി ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ 45 gram ഓഫ് മാസ് ഉള്ള വാട്ടറിന് തണുക്കാൻ വെച്ചു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അലൗഡ് ടു കൂൾ എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഓരോ സെക്കൻഡിലും ഈ 45 gram മാസ് ഉള്ള ഈ 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഈ വാട്ടർ ഓരോ സെക്കൻഡിലും അതിൻ്റെ ഹീറ്റ് എനർജിയെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 45 gram ഓഫ് മാസ് ഉള്ള വാട്ടറിലേക്കാണ് 18 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള 50 gram ഓഫ് കോപ്പർ എന്ന മെറ്റലിനെ ഇട്ടത്. അപ്പോൾ അതിനുശേഷം ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഈ 45 gram ഓഫ് വാട്ടറിനെയും 50 gram ഓഫ് കോപ്പറിനെയും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഒരുമിക്കുകയാണ്. രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള വാട്ടറും അതേപോലെ തന്നെ കോപ്പർ എന്ന മെറ്റലും അവിടെ ഒരുമിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ, അതായത് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ എന്ന മെറ്റലിൻ്റെ ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. ആ സ്ഥാനത്ത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ടെമ്പറേച്ചർ ലെവൽ ഏറ്റവും കൂടുതലുള്ളത് 45 gram ഓഫ് വാട്ടറിൽ തന്നെയാണ്. 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അതിൻ്റെ സ്ഥാനത്ത് കോപ്പറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. 18 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ട് ബോഡി ആയിട്ട് എടുക്കുന്നത് ഈ 45 gram ഓഫ് മാസ് ഉള്ള വാട്ടറാണ്. കോൾഡ് ബോഡി ആയിട്ട് എടുക്കുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കോപ്പറാണ്. അപ്പോൾ ഇനിഷ്യലി ഈ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഈ വാട്ടർ എന്ന ഹോട്ട് ബോഡിയെയും അതേപോലെ തന്നെ കോപ്പർ എന്ന കോൾഡ് ബോഡിയെയും നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. മിക്സ് ചെയ്തപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും കോണ്ടാക്റ്റിൽ എത്തിയാൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി വഴി എന്തായിരിക്കും അവിടെ സംഭവിക്കുക, ഹീറ്റ് എനർജി തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും, വളരെ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഹോട്ട് ബോഡിയിൽ നിന്നും വളരെ ലോ ടെമ്പറേച്ചറുള്ള കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അങ്ങനെ ട്രാൻസ്ഫർ ആയി ഒരു സമയം ഈ രണ്ട് ബോഡീസിൻ്റെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറൻറ്റിൽ നിന്നും ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി പറയുക. ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയെയും തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ച്, രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഒരു ഹോട്ട് ബോഡിയെയും ഒരു കോൾഡ് ബോഡിയെയും കോണ്ടാക്റ്റിൽ വെച്ചാൽ തീർച്ചയായിട്ടും ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. ട്രാൻസ്ഫർ ആയി ഒരു സമയം ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും സെയിം ലെവലിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ബോഡിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായിരിക്കും ആ ഫൈനൽ ടെമ്പറേച്ചർ. അതായിരിക്കും ആ ബോഡിയുടെ രണ്ട് വസ്തുക്കളുടെയും
ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ആ ഫൈനൽ ടെമ്പറേച്ചറാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിനാറിയോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ട് ബോഡി എന്ന് പറയുന്നത് 45 ഗ്രാം മാസുള്ള വാട്ടറും 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 45 ഗ്രാം മാസുള്ള വാട്ടറും അത് ഹോട്ട് ബോഡി. കോൾഡ് ബോഡി എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 ഗ്രാം ഓഫ് കോപ്പറാണ് കോൾഡ് ബോഡി. അപ്പോൾ ഇവിടെ നമ്മുടെ സിനാറിയോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി പറയുക? രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും. ഇവിടെ ആ ഹോട്ട് ബോഡി എന്ന് പറയുന്നത് 45 ഗ്രാം മാസുള്ള വാട്ടറും കോൾഡ് ബോഡി എന്ന് പറയുന്നത് 50 ഗ്രാം മാസുള്ള കോപ്പറുമാണ്. അപ്പോൾ ഇനിഷ്യലി മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ കോപ്പറിൻ്റെയും വാട്ടറിൻ്റെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻ്റ് ആണ്. ഒരു ബോഡിയുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ലെവൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കോപ്പറിൻ്റെ ടെമ്പറേച്ചർ ലെവൽ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരിയല്ലേ? Temperature level of water 50 degrees Celsius. Temperature level of copper 18 degrees Celsius. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയെയും, അതായത് വാട്ടർ എന്ന ലിക്വിഡിനെയും കോപ്പർ എന്ന മെറ്റീരിയലിനെയും മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് വസ്തുക്കളുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻ്റ് ആണ്. മിക്സ് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി വഴി എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായിട്ടും ഈ വാട്ടർ എന്ന ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോപ്പർ എന്ന കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അങ്ങനെ ട്രാൻസ്ഫർ ആയി ഒരു സമയം ഈ ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും സെയിം ലെവലിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ബോഡിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ. ആ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ് ഞാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിനാറിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ ടെമ്പറേച്ചറായി ടി ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറിയായ ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി എന്ന തിയറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫോർമുല ഓഫ് കലോറിമെട്രി Q = mc∆T എന്ന ഫോർമുല യൂസ് ചെയ്ത് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. ഫൈനൽ ടെമ്പറേച്ചർ T കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെയുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. സ്റ്റെപ്പ് നമ്പർ 1. ഹോട്ട് ബോഡി ആൻഡ് കോൾഡ് ബോഡിയുടെ സൈഡിൽ വെച്ചേക്കാം. ഹോട്ട് ബോഡി 45 gram 15 degrees Celsius. And this is the copper metal. 50 gram, temperature 18 degrees Celsius. So step number 1. Step number 1. അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലവും ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ സിനാറിയോ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒരു രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും ഒരുമിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അങ്ങനെ ട്രാൻസ്ഫർ ആയി ഒരു സമയം ഒരു ബോഡിയിലെത്തുമ്പോൾ ഈ രണ്ട് ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഡിഫറെൻറ്റ് ലെവലിൽ നിന്നും ഒരു സെയിം ലെവലിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ബോഡി, അത് വാട്ടർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും, രണ്ട് ബോഡിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ. ആ ഫൈനൽ ടെമ്പറേച്ചറായി T ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലവും ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? നമ്മൾ ആ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ ബേസിക് തിയറിയായ ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി. എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്നും ട്രാൻസ്ഫർ ആക്കപ്പെടുന്നു, അത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ആ നഷ്ടമാകുന്ന അത്രയും ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും തന്നെ എനർജി ലോസ് സംഭവിക്കുന്നില്ല. ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടമാകുന്നുണ്ടെങ്കിലും
ആ നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ വിളിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ സ്റ്റെപ്പ് നമ്പർ 1, ബൈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. By principle of calorimetry, heat lost by the hot body is equal to heat gained by the cold body. ശരിയല്ലേ? This is a basic theory of principle of calorimetry. Heat lost by the hot body is equal to heat gained by the cold body. And അപ്പോൾ ഈ ഒരു തിയറി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ശരി, ബൈ ഫോർമുല ഓഫ് calorimetry. By formula of calorimetry, Q is equal to mc delta T. This is the formula of calorimetry. അപ്പോൾ നമ്മുടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് ഈ തിയറിയാണ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, ഫോർമുല ഓഫ് കലോറിമെട്രി. Q is equal to mc delta T. ഇവിടെ Q എന്ന് പറഞ്ഞാൽ it is a quantity of heat energy liberated by the body or quantity of heat energy absorbed by the body. M is the mass of the body, C specific heat capacity, and delta T is the change in temperature. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വാട്ടറിന്റെ കേസ് എടുക്കണം. ഹോട്ട് ബോഡി ആയി വാട്ടറിന്റെ കേസ് എടുക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ ടെമ്പറേച്ചർ ആയി T ആണ്. ഫസ്റ്റ് ഹോട്ട് ബോഡി വാട്ടർ ആണല്ലോ നമ്മുടെ ഹോട്ട് ബോഡി. എത്രയായിരുന്നു വാട്ടറിന്റെ മാസ്? 45 gram. സോ ലെറ്റ് ദ മാസ്, അപ്പോൾ നമ്മൾ വാട്ടറിന്റെ മാസ് ഇവിടെ നമ്മൾ m1 ആയിട്ട് എടുക്കുകയാണ്. ലെറ്റ് m1 be the mass of water. അപ്പോൾ m1 ഇവിടെ എത്രയാണ്? 45 gram. Water's specific heat capacity. Let C1 be the specific heat capacity of water. Heat capacity of water. അത് എത്രയാണ്? അത് നമ്മൾ C1 എടുക്കുകയാണ്. C1 എത്രയാണ്? 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ വാട്ടറിന്റെ ടെമ്പറേച്ചർ നമ്മൾ T1 ആയിട്ട് എടുക്കുക. സോ ലെറ്റ് T1 ബി ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. സോ T1 എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. ഇത് വാട്ടറിന്റെ കേസ്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ കോൾഡ് ബോഡിയായ മെറ്റൽ, കോപ്പർ എന്ന മെറ്റൽ, കോൾഡ് ബോഡി കോപ്പർ. Let M2 be the mass of the copper. Let M2 be the mass of copper. Copper in the metal in the mass. എത്രയാണ് M2? M2 എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന മെറ്റലിന്റെ മാസ് 50 gram. Let C2 be the specific heat capacity of metal copper. C2 be the specific heat capacity. Heat capacity of copper. എത്രയാണ്? പോയിന്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 0.39 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. T2 be the temperature of metal copper. T2 be the temperature of metal copper. കോപ്പറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 18 ഡിഗ്രി സെൽഷ്യസ്. അത് T2.
T2. സോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് ആദ്യം ബൈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോർമുല ഓഫ് കലോറിമെട്രിയിലേക്ക് പോയി. ബൈ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to mc delta T. അവിടെ Q എന്ന് പറഞ്ഞാൽ it is a quantity of heat energy liberated or absorbed by the body. M is the mass of the body, C specific heat capacity and delta T is the change in temperature. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹോട്ട് ബോഡിയായ വാട്ടറിൻ്റെ കേസ് എടുത്തു. വാട്ടറിൻ്റെ മാസ് നമ്മൾ M1 ആയിട്ട് എടുത്തു. ആ വാട്ടറിൻ്റെ മാസ് M1 is equal to 45 gram കോസ്റ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടർ എന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C1 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C1 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് നേടി. അതിനുശേഷം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ആയി T1 50 ഡിഗ്രി സെൽഷ്യസ്. സോ T1 ബി ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, T1 50 ഡിഗ്രി സെൽഷ്യസ് നേടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കോൾഡ് ബോഡിയായ കോപ്പറിലേക്ക് പോയി. അതിനുശേഷം കോൾഡ് ബോഡിയായ കോപ്പറിൽ നമുക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതി. ലെറ്റ് M2 ബി ദ മാസ് ഓഫ് അവിടെ നമ്മൾ കോപ്പറിൻ്റെ മാസ് M2 ആയിട്ട് എടുത്തു. M2ൻ്റെ കോപ്പറിൻ്റെ മാസ് എത്രയാണ്? 50 ഗ്രാം. സോ M2 50 ഗ്രാം. ആ M2 എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ മാസാണ്, കോൾഡ് ബോഡിയായ കോപ്പറിൻ്റെ മാസാണ്. C2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾഡ് ബോഡിയായ കോപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ C2 എന്ന് പറഞ്ഞാൽ 0.39 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് എഴുതി. അതിനുശേഷം T2 എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ, അത് 18 ഡിഗ്രി സെൽഷ്യസ്. ഇതെല്ലാം നമ്മൾ എഴുതി. ഇനി നമ്മൾ നമ്മുടെ തിയറിയിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മുടെ തിയറി പറയുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയാണ് നമ്മുടെ തിയറി അതാണ് പറയുന്നത്. സോ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ബൈ principle of calorimetry heat lost by the hot body is equal to heat gained by the cold body. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ട് ബോഡി ഏതാണ്? 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറാണ്. കോൾഡ് ബോഡി എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കോപ്പറാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഈ ഒരു തിയറി കുറച്ചുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ വൈസ് ഒന്ന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്താൽ ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ബൈ കോപ്പർ. കാരണം ഇവിടുത്തെ ഹോട്ട് ബോഡി വാട്ടറാണ്, കോൾഡ് ബോഡി കോപ്പറാണ്. സോ ബൈ ഫോർമുല ഓഫ് കലോറിമെട്രി, അതായത് ദാറ്റ് ഈസ് എന്താണ് ഫോർമുല ഓഫ് കലോറിമെട്രി പറയുന്നത്? ബൈ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to mc delta T. അവിടെ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ വാട്ടറിൻ്റെ കേസ് എടുത്താൽ for hot body water Q is equal to M1 C1 delta T. M1 C1 delta T. That is Q is equal to എത്രയായിരുന്നു M1? M1 എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ മാസാണ്. വാട്ടറിൻ്റെ മാസ് എത്രയാണ്? That is M1 C1 delta T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ T1 minus T. T1 minus T. That is Q is equal to M1 C1 T1 minus T. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 198. ഇതേപോലെ തന്നെ ഫോർ കോൾഡ് ബോഡി കോപ്പർ
is equal to MC delta T. അതായത് കോപ്പറിൻ്റെ കേസ് ആകുമ്പോൾ Q is equal to M2 C2 delta T. That is M2 C2 change in temperature T minus T2. T minus T2. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ തിയറി എന്താണ് പറയുന്നത്? ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി, അതായത് ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ Q is equal to M1 C1 T1 minus T എന്ന് പറയുന്നതും അതേപോലെ തന്നെ Q is equal to M2 C2 T minus T2 എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ Q is equal to M1 C1 T1 minus T എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി എന്ന് പറയുന്നതും ഈ Q is equal to M2 C2 ഈ Q is equal to M2 C2 T minus T2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹീറ്റ് ലോസ്ഡ് ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയാണ്. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. സോ therefore M1 C1 T1 minus T is equal to M2 C2 T minus T2. That is M1 C1 T1 minus M1 C1 T is equal to M2 C2 T minus M2 C2 T2. That is M1 C1 T1 ഈ M2 മൈനസ് M2 C2 T2നെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അതായത് ടി ഉള്ള ടേംസിനൊക്കെ ഒരുമിച്ചു ടി എന്ന ടേംസിന് ഈ ടി ആണ് ഇവിടെ T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡി വാട്ടർ. T2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് ബോഡി കോപ്പർ. അപ്പോൾ ഈ ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ ആണ്. ആ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ടി എന്ന ഫൈനൽ ടെമ്പറേച്ചർ ഉള്ള ടേംസിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. സോ M1 C1 T1 പ്ലസ് M2 C2 T2 is equal to M2 C2 T plus M1 C1 T. That is M1 C1 T1 plus M2 C2 T2 is equal to M2 C2 plus M1 C1 into T. That is M2 C2 plus M1 C1 into T is equal to M1 C1 T1 plus M2 C2 T2 or T is equal to T ആണ് ഫൈനൽ ടെമ്പറേച്ചർ. T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ T is equal to M1 C1 T plus M2 C2 T2 divided by M2 C2 plus M1 C1. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഫൈനൽ ടെമ്പറേച്ചർ T is equal to M1 എന്ന് പറഞ്ഞാൽ M1ന്റെ വാല്യൂ എത്രയാണ്? 45 gram of water. M1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മാസ് ഓഫ് ഹോട്ട് ബോഡി വാട്ടർ. വാട്ടറിന്റെ മാസ് 45 gram ആയിരുന്നു. C1 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അത് എത്രയാണ്? 4.2 ഇൻറ്റു T1. T1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ. വാട്ടറിന്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്ലസ് M2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ മാസ് 50 gram ആയിരുന്നു. കോപ്പറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 0.39 ആയിരുന്നു. കോപ്പറിന്റെ ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഡിവൈഡഡ് ബൈ M2 C2 എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ മാസ് 50 ഇൻറ്റു കോപ്പറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 39 പ്ലസ് M1 എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ മാസ് 45 ഇൻറ്റു വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4.2. ഇത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്നത് 9801 ഡിവൈഡഡ് ബൈ 208.5 ആയിരിക്കും കിട്ടുക. ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 47.007 ഡിഗ്രി സെൽഷ്യസിന് കിട്ടും ഫൈനൽ ടെമ്പറേച്ചർ ആയിട്ട്. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ ആയിട്ട് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി 47.007
007 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും 47.007 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഫൈനൽ ടെമ്പറേച്ചറായ ടിയുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കുറച്ച് ലെങ്തി, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കുറച്ച് വരുന്നുണ്ട്, കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലവും ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തിയറി ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to MC delta T എന്ന ആ ഫോർമുല ഓഫ് കലോറിമെട്രി എഴുതി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ടെമ്പറേച്ചറായ ടിയിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ വാല്യൂസ് ഒക്കെ കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് അതിന് നമുക്ക് ഫൈനൽ ടെമ്പറേച്ചറായ ടി ഇവിടെ നമുക്ക് 47.007 ഡിഗ്രി സെൽഷ്യസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചറാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ടെമ്പറേച്ചറായ ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് ലെവലായിരിക്കും. വൺസ് ഈ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉള്ള ഈ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും ബൈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. അങ്ങനെ ട്രാൻസ്ഫർ ഒരു സമയം ഹോട്ട് ബോഡിയുടെയും ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുണ്ടായിരുന്ന ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ലെവൽ ഒന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ബോഡിയും, ഈ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയും. ആ ഫൈനൽ ടെമ്പറേച്ചറാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫൈനൽ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ T is equal to 47.007 ഡിഗ്രി സെൽഷ്യസിന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലവും നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q is equal to MC delta T എന്ന ഫോർമുലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം, determine the enthalpy change delta H in a chemical reaction that releases 5000 joule of heat. Determine the enthalpy change delta H in a chemical reaction that releases 5000 joule of heat. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ എന്താണ് എൻതാൽപ്പി എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എൻതാൽപ്പി, എൻട്രോപ്പി ഇതെല്ലാം 10th ക്ലാസ്സിലെ കുട്ടികളുടെ സിലബസിലുണ്ടോ എന്ന് അറിയില്ല. എന്നാലും 12th ക്ലാസ്സിലെ കുട്ടികൾക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതിനകത്ത് തെർമോഡൈനാമിക് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇങ്ങനെയുള്ള സിസ്റ്റം, സറൗണ്ടിങ് ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എൻട്രോപ്പി എന്താണ്, എൻതാൽപ്പി എന്താണെന്നൊക്കെ പഠിക്കുന്നുണ്ട് കുട്ടികൾ. 10th ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കലോറിമെട്രി എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം സെലക്ട് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് റിലീസസ് 5000 ജൂൾ ഓഫ് ഹീറ്റ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ആ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ 5000 ജൂൾ ഓഫ് ഹീറ്റ് റിലീസ് ആക്കപ്പെടുകയാണ്. ഒരു സിസ്റ്റത്തിൽ നിന്നും 5000 ജൂൾ ഓഫ് ഹീറ്റ് ആ കെമിക്കൽ റിയാക്ഷനിലൂടെ റിലീസ് ആക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എൻതാൽപ്പി നോക്കാം. ഒരു പുതിയ വേർഡാണ് അല്ലേ എൻതാൽപ്പി. അപ്പോൾ എൻതാൽപ്പിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ 12th ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാമായിരിക്കും. അവർ തെർമോഡൈനാമിക്സ് എന്നൊരു ചാപ്റ്റർ തന്നെ പഠിക്കുന്നത്. 11th ക്ലാസ്സിലാണോ 12th ക്ലാസ്സിലാണോ എന്നറിയില്ല. ഏതോ ഒരു ക്ലാസ്സിൽ 11th ക്ലാസ്സിലോ 12th ക്ലാസ്സിലോ തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ എന്താണ് എൻതാൽപ്പി, എന്താണ് എൻട്രോപ്പി ഇതെല്ലാം പഠിക്കുന്നത്, എന്താണ് ഇന്റേണൽ എനർജി എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻതാൽപ്പി പറയാൻ നമ്മൾ ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റം തന്നെയാണ് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ
ശരിക്കും തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു റീജിയനാണ്. കുറേയേറെ മാറ്ററും അതേപോലെ തന്നെ എനർജിയും ഒരുമിച്ച് കൺഫൈൻഡ് ആയിരിക്കുന്ന ഒരു പ്രത്യേക റീജിയനെയാണ് നമ്മൾ എപ്പോഴും ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഒരുമിക്കുമ്പോഴാണ് ഒരു സിസ്റ്റം ഉണ്ടാകുക. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ മാറ്ററും എനർജിയും ഒരുമിച്ച് കൺഫൈൻഡ് ആയിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് റീജിയൻ ആയിരിക്കും ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ മാറ്ററും എനർജിയും ഒരുമിച്ച് കൺഫൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയൻ ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു റീജിയന് ഒരു ബൗണ്ടറി കാണും, ഒരു സറൗണ്ടിങ് കാണും. അപ്പോൾ ഈ സറൗണ്ടിങ്ങും ഈ സിസ്റ്റവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ബൗണ്ടറിയും കാണും. അപ്പോൾ ഇതാണ് തെർമോഡൈനാമിക് സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എനർജി മാറ്ററും ഒരുമിച്ച് കമ്പൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ, എൻതാൽപ്പി ബേസിക് നമ്മൾ സിമ്പിൾ ആയിട്ടൊക്കെ പറയുമ്പോൾ എൻതാൽപ്പി ശരിക്കും എനർജിയാണ്. എനർജി മെഷർമെന്റ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് എനർജി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം കൺസിഡർ ചെയ്താൽ ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ഒരു റീജിയൻ ആയിരിക്കും. ആ ഒരു റീജിയനകത്ത് എനർജിയും അതേപോലെ തന്നെ മാറ്ററും ഒരുമിച്ച് കൺഫൈൻഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ ആ തെർമോഡൈനാമിക് സിസ്റ്റത്തിനുള്ള എനർജിയുടെ മെഷർമെന്റ്, ആ എനർജിയുടെ മെഷർമെന്റ് ആണ് എപ്പോഴും നമുക്ക് ഈ എൻതാൽപ്പി തരിക. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും എനർജി തന്നെയാണ്. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എനർജിയുടെ മെഷർമെന്റിനെയാണ് നമുക്ക് ഈ എൻതാൽപ്പി പറഞ്ഞു തരിക. ഈ എൻതാൽപ്പി എപ്പോഴും നമ്മൾ എച്ച് എന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക, എച്ച്. അപ്പോൾ എൻതാൽപ്പി നമ്മൾ എച്ച് എന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ദ തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് ഡെൽറ്റ എച്ച് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റീജിയൻ ആയിരിക്കും, ഒരുമിച്ച് ഒരു മാറ്ററും ഒരുമിച്ച് കൺഫൈൻഡ് ആയിരിക്കുന്ന ഒരു റീജിയൻ ആയിരിക്കും ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം. ആ സിസ്റ്റത്തിന് ഒരു ബൗണ്ടറി, ഒരു സറൗണ്ടിങ് കാണും. ആ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ബൗണ്ടറിയും കാണും. അപ്പോൾ ഇതാണ് തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പോൾ ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ അപ്പോൾ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് എനർജിയാണ്. ആ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എനർജിയുടെ അളവ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള എനർജിയുടെ അളവ് എത്രത്തോളം ഉണ്ട്, ആ എനർജിയുടെ അളവിനെയാണ് നമുക്ക് ഈ എൻതാൽപ്പി പറഞ്ഞു തരിക, എൻതാൽപ്പിയായി എച്ച് പറഞ്ഞു തരിക. അപ്പോൾ എൻതാൽപ്പി എപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് എന്ന ലെറ്ററിലാണ്. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ എനർജിയുടെ മെഷർമെന്റ് ആണെന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയി ഡെൽറ്റ എച്ച്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയി ഡെൽറ്റ എച്ച് ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എനർജി റിലീസ് ആക്കപ്പെട്ടുകൊണ്ട് റിയാക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടും റിയാക്ഷൻ സംഭവിക്കും. എന്താണെങ്കിലും അവിടെ ഒരു എനർജിക്ക് വേരിയേഷൻ, ചേഞ്ച് ഓഫ് എനർജി സംഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചേഞ്ച് ഓഫ് എനർജി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയി ഡെൽറ്റ എച്ച് എന്താണെന്ന് ചോദിച്ചാൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആക്കപ്പെട്ടു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആക്കപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു. അതാണ് നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയ ഡെൽറ്റ എച്ച് പറഞ്ഞു തരിക. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും എനർജിയാണ്. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം കൺസിഡർ ചെയ്താൽ ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എനർജിയുടെ മെഷർമെന്റിനെയാണ് എൻതാൽപ്പി നമുക്ക് പറഞ്ഞു തരിക. എന്നാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി പറഞ്ഞു തരുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം എനർജി റിലീസ് ആക്കപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം എനർജി അബ്സോർബ് ആക്കപ്പെട്ടു. അതാണ് നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയ ഡെൽറ്റ എച്ച് പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻതാൽപ്പി എന്ന ഒരു വാക്കിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എനർജിയുടെ മെഷർമെന്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം കൺസിഡർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ തന്നെ കൺസിഡർ ചെയ്യണം. ഒരു പിസ്റ്റൺ സിലിണ്ടർ. അപ്പോൾ എൻതാൽപ്പി എന്നാണ് ഞാൻ ഇവിടെ എഴുതുകയാണ്. Enthalpy H. It is the measurement of energy.
മെഷർമെന്റ് ഓഫ് എനർജി. Measurement of energy in a thermodynamic system. Thermodynamic system. Enthalpy H is the measurement of energy. എനർജിയുടെ മെഷർമെന്റിനെയാണ് എപ്പോഴും എൻതാൽപ്പി ആയി എച്ച് നമുക്ക് പറഞ്ഞു തരിക. തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ എനർജിയുടെ മെഷർമെന്റിനെയാണ് എപ്പോഴും എൻതാൽപ്പി ആയി എച്ച് പറഞ്ഞു തരിക. അപ്പോൾ ഈ ഒരു എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് എനർജി ആണെന്ന് പറയും. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ തെർമോഡൈനാമിക് സിസ്റ്റം പറയാനായിട്ട് ഇനി എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ, ശരിക്കുമുള്ള എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ. അപ്പോൾ എൻതാൽപ്പി എന്ന ഒരു കാര്യത്തിന് വേർഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. അപ്പോൾ ആ എൻതാൽപ്പി ആയി എച്ച് എപ്പോഴും തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എനർജിയുടെ മെഷർമെന്റിനെയാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, എൻതാൽപ്പിയെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ തെർമോഡൈനാമിക് സിസ്റ്റം പറയാൻ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ ആണ്. പിസ്റ്റൺ സിലിണ്ടർ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഇതാണ് പിസ്റ്റൺ. ധാരാളം ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസ് പാർട്ടിക്കിൾസ്. ഇതാണ് സിലിണ്ടർ. ഇത് സറൗണ്ടിങ്, അതായത് ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം വിട്ട് നിൽക്കുന്ന ഭാഗം സറൗണ്ടിങ്. അപ്പോൾ ഇതായിരിക്കും ബൗണ്ടറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ ആണ്. ഞാൻ ഇത്രയും വരച്ചിരിക്കുന്ന ഒരു പിസ്റ്റൺ സിലിണ്ടർ ആണ്. അപ്പോൾ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ തന്നെയാണ് ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പോൾ ഈ പിസ്റ്റൺ സിലിണ്ടർ ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ ആണ് എനർജിയും മാറ്ററും ഒരുമിച്ച് കൺഫൈൻഡ് ആയിരിക്കുന്ന ഒരു സ്പെസിഫിക് റീജിയനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞു പറയും. അപ്പോൾ ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ ആണ്. ഈ പിസ്റ്റൺ സിലിണ്ടർ ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റമാണ്. ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇതാണ് നമ്മുടെ സറൗണ്ടിങ്, അതായത് ഈ സിസ്റ്റം വിട്ടു നിൽക്കുന്ന ഭാഗം സറൗണ്ടിങ്. അപ്പോൾ ഈ സറൗണ്ടിങ്ങിനെയും അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ബൗണ്ടറി ഉള്ളത്. ഇതാണ് നമ്മുടെ സിലിണ്ടർ. അപ്പോൾ ഇവിടെ ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് ഈ സിലിണ്ടറിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിനെ വളരെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഞാൻ നോട്ടിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഗ്യാസ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഗ്യാസ് പാർട്ടിക്കിൾസിനെ ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ മെഷർമെന്റ് ഓഫ് എനർജിയാണ് നമ്മൾ എൻതാൽപ്പി ആയി എച്ച് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിനെ ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഹൈ പ്രഷറിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ എനർജി രണ്ട് രീതിയിലുണ്ടാകാം. എനർജി ഏതൊക്കെ രീതിയിലായിരിക്കും ഉണ്ടാകുക? ഒന്ന്, ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാൻഡംലി മൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കൈനറ്റിക് എനർജി കാണും. ശരിയല്ലേ? ഒരു കൈനറ്റിക് എനർജി കാണും. അതേപോലെ തന്നെ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ എനർജിയും കാണും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മ് ആയ മെക്കാനിക്കൽ എനർജി അത് ഒരു ഇന്റേണൽ എനർജി ആയിരിക്കും ഈ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ. അപ്പോൾ അതൊരു എനർജി. അതായത് ഞാൻ എന്താണ് എൻതാൽപ്പി എന്നുള്ളത് കുറച്ചുകൂടി എൻതാൽപ്പിയുടെ ഡെഫിനേഷൻ കുറച്ചുകൂടി അധികാരിയായിട്ട് പറയുകയാണ്. അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തു. ആ തെർമോഡൈനാമിക് സിസ്റ്റമാണ് നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടറിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ പിസ്റ്റൺ സിലിണ്ടർ തന്നെ ശരിക്കും ഒരു തെർമോഡൈനാമിക് സിസ്റ്റമാണ്. അവിടെ ഗ്യാസ് പാർട്ടിക്കിൾസിനെ വളരെ ഹൈ പ്രഷറിൽ നമ്മൾ ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ സറൗണ്ടിങ്. ഈ സറൗണ്ടിങ്ങിനെയും നമ്മുടെ സിസ്റ്റത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പിസ്റ്റൺ യൂസ് ചെയ്ത് ഗ്യാസ് പാർട്ടിക്കിൾസിനെ വളരെ ഹൈ പ്രഷറിൽ ഞാൻ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ളിലുള്ളതെല്ലാം ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിനുള്ളിൽ എനർജി രണ്ട് രീതിയിലുണ്ടാകാം.
രണ്ട് രീതിയിൽ എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഫസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് കൈനറ്റിക് എനർജി ഹോൾഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് പൊട്ടൻഷ്യൽ എനർജിയും ഹോൾഡ് ചെയ്യും. സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി which becomes the internal energy of the system. Internal energy of the system. Internal energy of the system. Internal energy. Internal energy of the system. ഇനി അതേപോലെ തന്നെ അപ്പോൾ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് റാൻഡംലി മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഗ്യാസ് പാർട്ടിക്കിൾസ് കൈനറ്റിക് എനർജി ഹോൾഡ് ചെയ്യും. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജി ആയിരിക്കും. അതൊരു ചാൻസ്, എനർജി ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ്. ഇനി മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വളരെ ഹൈ പ്രഷറിലാണ് ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഹൈ പ്രഷറിലാണ് നമ്മൾ ഈ ഗ്യാസ് പാർട്ടിക്കിൾസിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് തീർച്ചയായിട്ടും ഈ ബൗണ്ടറിയിലേക്ക് പ്രഷർ ചെലുത്തുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ഗ്യാസ് വേപ്പേഴ്സിനെ വളരെ ഹൈ പ്രഷറിൽ ഒന്ന് കംപ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ പുറത്തേക്ക് വരാൻ വേണ്ടി വളരെ ടെൻഡൻസിയോട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഹൈ പ്രഷറിൽ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് വളരെ ഹൈ പ്രഷർ ഈ വാൾസിലേക്ക് കൊടുക്കും. ശരിയല്ല? അതേപോലെ തന്നെ ഇവിടെ ഈ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് ഈ സിലിണ്ടറിനെ ഒന്ന് കംപ്രസ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ഇതിന്റെ വാൾസിലെല്ലാം വളരെ ഹൈ പ്രഷർ ചെലുത്തുന്നുണ്ട്. ശരിയല്ലേ? വളരെ ഹൈ പ്രഷർ ചെലുത്തും. അതേപോലെ തന്നെ അപ്പോൾ വളരെ ഹൈ പ്രഷർ ചെലുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ഓരോ ഗ്യാസ് പാർട്ടിക്കിൾസും ഈ വാളിലേക്ക്, ആ സിലിണ്ടറിന്റെ വാളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഫോഴ്സാണ്. അതേപോലെ തന്നെ ഈ സിലിണ്ടറിന്റെ വോളിയം എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഏരിയ എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ വോളിയം എത്രത്തോളം ഉണ്ടോ, അത്രയും വോളിയത്തിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ? ചെറിയൊരു വോളിയമുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ പിസ്റ്റണിന്റെ വോളിയം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ boundary and the cylinder. അപ്പോൾ ഇത് ഞാൻ വോളിയം കുറച്ചിട്ടുള്ള ഒരു പിസ്റ്റൺ സിലിണ്ടറാണ്. പിസ്റ്റൺ സിലിണ്ടർ. അപ്പോൾ കുറവ് വോളിയം ഉള്ള ഒരു പിസ്റ്റൺ സിലിണ്ടർ ആണെങ്കിൽ ഈ പിസ്റ്റൺ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോഴ്സിന്റെ പ്രഷറിന്റെ ആ ഒരു വോളിയം കുറവായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ വോളിയം കുറച്ച് കൂടുതലാണ്. ഈ ഒരു പിസ്റ്റൺ സിലിണ്ടറിന്റെ വോളിയം കുറച്ച് കൂടുതലായതുകൊണ്ട് അത്രയും വോളിയത്തിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ? അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് കൂടുതലാണ്. ഈ ഒരു പിസ്റ്റണിന്റെ ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് അത്രയും ഡിസ്റ്റൻസിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് പാർട്ടിക്കിൾസ് അവിടെ വർക്കല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? അതായത് എത്രയും ഡിസ്റ്റൻസ്, ആ പിസ്റ്റണിന്റെ വോളിയം എത്രയും കൂടുന്നോ അത്രയും വോളിയത്തിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വോളിയം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം കുറവായിരിക്കും ആ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോഴ്സ്. ഈ സിലിണ്ടറിന്റെ വോളിയം കൂടിപ്പോയത് കൊണ്ട് അത്രയും വോളിയത്തിൽ, അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റൻസിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഗ്യാസ് പാർട്ടിക്കിൾസ് ചെയ്യുന്നത് വർക്കാണ്, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. അപ്പോൾ ഏതൊരു ബോഡിയിലും ചെയ്യുന്ന വർക്ക് ആ ബോഡിയിൽ മറ്റൊരു എനർജി ആയിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയും എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രഷർ ഇൻടു വോളിയം ചേർന്നപ്പോഴാണ് അവിടെ മറ്റൊരു എനർജി ഉണ്ടായത്. ശരിയല്ലേ? പ്രഷർ ആൻഡ് വോളിയം ഒരുമിച്ചപ്പോഴാണ്, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് ആ വോൾസിലേക്ക് കൊടുത്ത പ്രഷറും
എത്രത്തോളം വോളിയത്തിലായിരുന്നു ആ സിലിണ്ടർ ഉണ്ടായിരുന്നത്, അപ്പോൾ എത്രത്തോളം വോളിയം ഉള്ള സിലിണ്ടർ ആണോ അത്രയും വോളിയത്തിൽ പാർട്ടിക്കിൾസ് പ്രഷർ അപ്ലൈ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയും എനർജി ഫോം ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ഇന്റേണൽ എനർജി ഫോം ആയി. ഈ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ റാൻഡം മൂവ്മെന്റ് മൂലം അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടായി. ആ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ മൂലം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. അങ്ങനെ ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒരു ഇന്റേണൽ എനർജി ആ സിസ്റ്റത്തിൽ ഉണ്ടായി. പ്ലസ് കൂടാതെ മറ്റൊരു എനർജി കൂടി ഫോം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഗ്യാസ് പാർട്ടിക്കിൾസിനെ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഹൈ പ്രഷറിലാണ് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിനുള്ളിലുള്ള ഓരോ ഗ്യാസ് പാർട്ടിക്കിൾസും വളരെ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ഈ വാൾസിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും, സിലിണ്ടറിന്റെ വാൾസിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സിലിണ്ടറിന്റെ വോളിയം എത്രത്തോളം ഉണ്ടോ അത്രയും വോളിയത്തിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ പിസ്റ്റണിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഡിസ്റ്റൻസിൽ തന്നെ ഗ്യാസ് പാർട്ടിക്കിൾസും ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. അപ്പോൾ ആ വർക്കും ആ സിസ്റ്റത്തിൽ മറ്റൊരു എനർജിയായിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ എനർജി ഉണ്ടായത് ഫോഴ്സിന്റെയും പ്രഷറും അതേപോലെ തന്നെ വോളിയവും ഒരുമിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു എനർജി ഉണ്ടായത്. അപ്പോൾ ഈ രണ്ട് എനർജിയുടെയും അളവായിരിക്കും എൻതാൽപ്പി ആയ എച്ച് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ എന്തായിരിക്കും എൻതാൽപ്പി എച്ച്? ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് എനർജി ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം. വളരെ ശരിയാണ്. ഇനി കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ കൺസിഡർ ചെയ്യാം. അതിന് രണ്ട് എനർജി ഫോം ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് ആ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മൂലം ഒരു ഇന്റേണൽ എനർജി ഫോം ആകും. ഇതേപോലെ തന്നെ വളരെ ഹൈ പ്രഷറിലാണ് ഈ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ പിസ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് വളരെ ഹൈ പ്രഷർ ആ സിലിണ്ടറിന്റെ വാൾസിലേക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? വളരെ ഹൈ പ്രഷർ കൊടുക്കും അല്ലെങ്കിൽ വളരെ ഹൈ ഫോഴ്സ് കൊടുക്കും. അങ്ങനെ ആ സിലിണ്ടറിന്റെ വോളിയം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വോളിയത്തിൽ തന്നെ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ അത്രയും ഡിസ്പ്ലേസ്മെന്റിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് അവിടെ വർക്കാണ് സംഭവിക്കുന്നത്, ആ പാർട്ടിക്കിൾസ് അവിടെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ആ പാർട്ടിക്കിൾസിൽ വീണ്ടും മറ്റൊരു എനർജി ആയിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയും എനർജി ഉണ്ടാകും. അപ്പോൾ ആ രണ്ട് എനർജിയുടെയും അളവായിരിക്കില്ലേ എൻതാൽപ്പി ആയ എച്ച്. ശരിയല്ലേ? സോ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറഞ്ഞാൽ എൻതാൽപ്പി എച്ച് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം. So enthalpy H is the measurement of energy in a thermodynamic system. അത് വളരെ ശരിയാണ് ഡെഫിനിഷൻ. thermodynamic system. കുറച്ചുകൂടി ആധികാരികമായിട്ട് പറഞ്ഞാൽ എൻതാൽപ്പി എച്ച് it is the sum of internal energy and the product of pressure and volume of a thermodynamic system. It is the sum of internal energy and product of pressure and volume of thermodynamic system. So enthalpy H എന്ന് പറഞ്ഞാൽ it is a measurement of energy in a thermodynamic system. ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ it is a sum of internal energy and the product of pressure and volume of a thermodynamic system. നമ്മളിപ്പോൾ ആ ഒരു എക്സാമ്പിളിലൂടെ കണ്ടത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി ആയ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് എനർജി ആണ്. ആ സിസ്റ്റത്തിന്റെ മെഷർമെന്റ് ഓഫ് എനർജിയാണ് നമ്മുടെ എൻതാൽപ്പി അല്ലെങ്കിൽ എച്ച് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എൻതാൽപ്പി എച്ച് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ എൻതാൽപ്പിയുടെ ഫോർമുല എങ്ങനെയാണ്?
എന്താൽപ്പി നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക എച്ചിലാണ്. സോ എന്താൽപ്പിയുടെ ഫോർമുല എന്താൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. എന്താൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. എല്ലാവരും നോട്ട് ചെയ്തോളുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ എന്താൽപ്പി എൻട്രോപ്പി ഇതെല്ലാം 12th ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്കാണ്, തെർമോഡൈനാമിക്സ് പഠിക്കാനുള്ളതാണ്. 10th ക്ലാസ്സിൽ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ പബ്ലിക് എക്സാമിന് 10th ക്ലാസ്സിൽ ബോർഡ് എക്സാമിന് ചിലപ്പോൾ എന്താൽപ്പി ചേഞ്ച് എന്താൽപ്പി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താൽപ്പി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ സ്റ്റാമ്പർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം സെലക്ട് ചെയ്തത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പോൾ എന്താൽപ്പി എപ്പോഴും നമ്മൾ എച്ച് എന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി യു. ഇന്റേണൽ എനർജി യു എപ്പോഴും ഇന്റേണൽ എനർജി നമ്മൾ എപ്പോഴും യുലായിരിക്കും ഡിനോട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി യു ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. സോ എന്താൽപ്പി ആയി എന്താൽപ്പിയുടെ ഫോർമുല ഇതാണ്. എന്താൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫോർമുല എല്ലാവരും നോട്ട് ചെയ്തോളുക. പ്രോബ്ലം ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഈ ഫോർമുല വേണ്ടി വരും. സോ എന്താൽപ്പി എച്ച് ഇസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പ്രഷർ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. ഡെൽറ്റ എച്ച് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താൽപ്പി ആയ എച്ച് അല്ല, ചേഞ്ച് ഇൻ എന്താൽപ്പി ആയ ഡെൽറ്റ എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ എന്താൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് റിലീസസ് 5000 ജൂൾ ഓഫ് ഹീറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ശരിക്കും 5000 തന്നെയാണ്. എന്തുകൊണ്ടാണ് ആൻസർ 5000 ആയത്? എന്തായിരുന്നു എന്താൽപ്പി ചേഞ്ച്? ഞാൻ പറഞ്ഞു എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ മെഷർമെന്റ് ഓഫ് എനർജിയാണ്. അല്ലെങ്കിൽ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയുടെയും പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റിന്റെയും കൂടി സമ്മാണ്. അതാണ് ഇന്റേണൽ എന്താൽപ്പി എച്ച് ഇസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ട് സംഭവിക്കാം, അബ്സോർബ് ചെയ്തുകൊണ്ട് സംഭവിക്കാം. എന്താണെങ്കിലും അവിടെ എന്താൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പറഞ്ഞത്, എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ആക്കപ്പെട്ടു ആ കെമിക്കൽ റിയാക്ഷനിലൂടെ, അതായിരിക്കും നമുക്ക് ശരിക്കും എന്താൽപ്പി ചേഞ്ച് പറഞ്ഞത് ഡെൽറ്റ എച്ച്. അപ്പോൾ ഇവിടെ ആ കെമിക്കൽ റിയാക്ഷനിലൂടെ 5000 ജൂൾ ഓഫ് ഹീറ്റ് റിലീസ് ആക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് 5000 ജൂൾ ഓഫ് ഹീറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ എന്താൽപ്പി ആയ ഡെൽറ്റ എച്ച് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ എന്താൽപ്പി ഡെൽറ്റ എച്ച് എപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നത് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ അബ്സോർബ് ആക്കപ്പെട്ടു എന്നാണ്. ഇവിടെ അത് 5000 ജൂൾ ഓഫ് ഹീറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 5000 ആണ്. സോ ദ എന്താൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്താൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഇവിടെ എന്ന് പറയുന്നത് 5000 ജൂൾ തന്നെയാണ്. 5000 ജൂൾ തന്നെയാണ്. അപ്പോൾ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ മെഷർമെന്റ് ഓഫ് എനർജിയാണ് നമ്മൾ എന്താൽപ്പി എന്ന് വിളിക്കുക. ആ എനർജി തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഒന്ന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പിസ്റ്റൺ സിലിണ്ടർ പോലത്തെ തെർമോഡൈനാമിക് സിസ്റ്റത്തിനകത്ത് ഗ്യാസ് പാർട്ടിക്കിൾസിന് റാൻഡം മോഷൻ മൂലം കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അങ്ങനെ ഒരു ഇന്റേണൽ എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ പാർട്ടിക്കിൾസിനെ വളരെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഓരോ ഗ്യാസ് പാർട്ടിക്കിൾസും ആ ബൗണ്ടറിയിലേക്ക് അല്ലെങ്കിൽ ആ സിലിണ്ടർ വാളിലേക്ക് വളരെ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ ആ സിലിണ്ടറിന്റെ വോളിയം എത്രത്തോളം ഉണ്ടോ അത്രയും വോളിയത്തിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ അത്രയും ഡിസ്റ്റൻസിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ആ പാർട്ടിക്കിൾസോടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് ആ പാർട്ടിക്കിൾസിന് മറ്റൊരു എനർജി ആയിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയും എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് മൂലവും അവിടെ എനർജി ഉണ്ടാവുന്നുണ്ട്. അവിടെ എനർജി ഉണ്ടായത് പ്രഷറും വോളിയവും കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. പ്രഷറും വോളിയവും ഒരുമിച്ചപ്പോൾ അവിടെ മറ്റൊരു എനർജി ഉണ്ടായി. അതേപോലെ തന്നെ അവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മൂലം ഒരു ഇന്റേണൽ എനർജിയും ഉണ്ടായി. അപ്പോൾ ആ രണ്ട് എനർജിയുടെയും മെഷർമെന്റ് ആണ് നമ്മുടെ എന്താൽപ്പി ആയ എച്ച്. So enthalpy H is the sum of internal energy and the product of pressure and volume. That is enthalpy H is equal to internal energy U plus product of pressure and volume. Change in enthalpy എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആക്കപ്പെട്ടു അല്ലെങ്കിൽ അബ്സോർബ് ആക്കപ്പെട്ടു, അതാണ് നമുക്ക് എപ്പോഴും എന്താൽപ്പി ചേഞ്ച് ആയ ഡെൽറ്റ എച്ച് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ
5000 ജൂൾ ഓഫ് ഹീറ്റ് എനർജി റിലീസ് ആക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 5000 ജൂളാണ്. 5000 ജൂൾസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോബ്ലം കണ്ടു. ഫസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. സെക്കൻഡ് വൺ നമ്മുടെ എൻതാൽപ്പി. അപ്പം സെക്കൻഡ് പ്രോബ്ലത്തിലൂടെ നമ്മളൊരു പുതിയ ടേം പരിചയപ്പെട്ടു, എന്താണ് എൻതാൽപ്പി. അപ്പോൾ ഇനി എൻതാൽപ്പി ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലം 10th ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചാൽ ചാമ്പർ ചെയ്യാൻ പാടില്ല. ഇതാണ് എൻതാൽപ്പി. Enthalpy is the sum of internal energy and the product of pressure and volume. Or enthalpy is the measurement of energy in the thermodynamic system. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലും കൂടി നമുക്ക് ഈ ഒരു കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സിമ്പിൾ പെൻഡുലം ഓസിലേഷൻ എന്ന ചാപ്റ്ററിലെ സിമ്പിൾ പെൻഡുലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ്. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. നെക്സ്റ്റ് സൺഡേ ആണ് ഓണം. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. സദ്യ എല്ലാം നന്നായിട്ടുണ്ടാകുക. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. സോ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.